ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഗെയിം മനസ്സിലായത് ആര്യനാണ് സത്യത്തില്. ആര്യൻ അവിടെ കിടന്ന് അലച്ച് ബഹളം വയ്ക്കുന്നുണ്ട്. അതായത് ഇത് ഫിസിക്കൽ അല്ല ഈ ഗെയിം. ഇങ്ങനല്ല ഈ ഗെയിം കളിക്കേണ്ടത്. അനീഷിന്റെ തൊപ്പിയുടെ പകുതി അക്ബറും ഷാനവാസും ടീം എന്ത് ചെയ്തു? വലിച്ച് കീറിക്കൊണ്ടുപോയി. ഈ പകുതി കൊണ്ടുപോയിട്ട് എന്നിട്ട് അവർ ആ സ്റ്റാൻഡിൽ തൂക്കിയിട്ടു. അപ്പോൾ നമ്മുടെ ആര്യൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആര്യൻ പോയിട്ട് അപ്പാനിയുടെ അടുത്ത് പറയാണ്, നീ ചുമ്മാ ഗ്യാങ് കളിക്കാൻ നിൽക്കരുത്, നിന്റെ ഗെയിമാണ്. എടാ അങ്ങനെ പകുതി ഇത്രയും കൊണ്ടിട്ടെന്നും പറഞ്ഞുകൊണ്ട് അത് ആവൂല. തൊപ്പിയുടെ ഭൂരിഭാഗം നിങ്ങളുടെ കയ്യിൽ ഇരിക്കല്ലേ. നീ ഗെയിം വേണമെങ്കിൽ കളിക്കാൻ നോക്ക്, അത് തിരിച്ചെടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്ക്. അത് ഒരിക്കലും ബിഗ് ബോസ് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് പറയാണ്. ഈ സംഭവത്തിന് മുമ്പ് അപ്പാനി അത് അവിടെ നിന്ന് എടുക്കാൻ പോയി നോക്കി. അപ്പോൾ അക്ബർ എന്ന് പറഞ്ഞു അത് പറ്റൂല, അതെങ്ങനെ എടുക്കും, നീ അങ്ങനെ അലമ്പ് കാണിക്കല്ലേ, എടുക്കല്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പാനി ഇങ്ങ് വിട്ടുകൊടുത്തു. കാരണം അപ്പാനി അക്ബർക്ക് ഒറ്റ ടീമാണല്ലോ. ഇത്രയും ടീം സ്പിരിറ്റ് ഇല്ലാത്ത ഒരു മനുഷ്യൻ ബിഗ് ബോസിനകത്ത് വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോഴും മറ്റേ ഗ്യാങ്ങിനകത്ത് കിടക്കുന്നേ ഉള്ളൂ. അയ്യോ എൻ്റെ അക്ബറേ അക്ബറേ എന്നും പറഞ്ഞ് കാല് പിടിച്ചടക്കുക. ഇങ്ങനെയുണ്ടാ? ഗെയിം കളിക്കുന്ന സമയത്ത് ആ ടീമിന് വേണ്ടി കളിക്കണം. ഇവിടെ അനീഷിന്റെ അടുത്തുള്ള ആ ഒരു ഗ്രഡ്ജ് കാരണം അപ്പാനി ആ ടീമിൽ കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനല്ല നിൽക്കേണ്ടത്. അപ്പാനി കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. അനീഷിനെ പ്രൊട്ടക്ട് ചെയ്യുക, അനീഷിന് വേണ്ടി ഈ സമയത്ത് സംസാരിക്കുകയും വേണം. അതാണ് ഗെയിം. അല്ലാതെ അവിടെ മറ്റേ പഴയ ഗ്രഡ്ജ് വെച്ചിട്ട് സംസാരിക്കുകയല്ല വേണം. അപ്പാനിക്ക് ഇത് പിന്നീട് ആര്യം പറഞ്ഞു കൊടുക്കേണ്ടടാ, ഗെയിം കളിക്ക്, അല്ല നിന്റെ ഗ്യാങ് ഇവിടെ കൊണ്ടുവരാതെ നീ ഗെയിം കളിക്കാൻ നോക്ക്. ഇങ്ങനെ അല്ല, ഇത് ഫിസിക്കൽ ഗെയിം അല്ല, ഇത് ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ടതാണെന്ന് ആര്യം പറഞ്ഞു കൊടുക്കുകയാണ്. കഷ്ടം. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.